പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. വിശ്വസിക്കുകയും സ്വദേശം വിടുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിൽ ഏറ്റവും മഹത്തായ പദവിയുള്ളവരാണ്. അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ. അപ്പം എന്തൊക്കെ വേണം? വിശ്വസിക്കണം, സ്വദേശം വെടിയണം, തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തണം. അവർ ഏറ്റവും ഉത്തമമായ പദവിയുള്ളവരാണ്. ശരീരം കൊണ്ടും പിന്നെ സ്വത്തുകൊണ്ടും. നമ്മൾ വജിയല്ലതിൽ പറഞ്ഞുണ്ടല്ലോ, എൻ്റെ ശരീരവും രക്തവും ഒക്കെ നിനക്കുള്ളതല്ലേ, മഹിയായ ജീവിതം മരണവും ഒക്കെ നിനക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ നമ്മൾ എല്ലാം അള്ളാഹുവിനെ ബലിയർപ്പിക്കുക. അതാണ് ലാ ഇലാഹ എന്ന് പറയുന്നത്. ഒന്നും പാടില്ല അള്ളാഹു അല്ലാതെ. ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ, കാണുന്നതും കാണാത്തതും എന്തൊക്കെയുണ്ട്, അതൊക്കെ ഒഴിവാക്കി അള്ളാഹു എന്നുള്ള ഒറ്റൊരു നാമം, ഒരേയൊരു നാമം, ശബരിമാമല എന്ന് പറഞ്ഞ മാതിരി ഒറ്റൊരു നാമം അള്ളാഹു. അതിനുമുമ്പിൽ ഒന്നുമില്ല, മാതാവില്ല, പിതാവില്ല, പ്രവാചകനില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കുറേ ദിവസങ്ങളായി കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. എന്താണ്? സൂഫിയുടെ പ്രണയകാവ്യം. അത് പ്രവാചകനെ കുറിച്ചുള്ളൊരു കവിതകൾ, പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പിന്നെ ഇബ്രാഹിം നിയാസ് കൗലഹി എന്നൊരു വ്യക്തി എഴുതിയ കവിതകളാണ്. അദ്ദേഹം ഓരോ വാക്കുകളായിട്ട് വിശദീകരിക്കുകയാണ്. ഒരു വഴി തന്നെ വിശദീകരിക്കാൻ 1-2 വീഡിയോ വേണ്ടി വരും. 2 മണിക്കൂർ വീതമുള്ള 2 വീഡിയോ, അത്രക്കും വളരെ ഘനമായ അർത്ഥമുള്ളതാണ്. അപ്പം അതിൽ കാസിം ഉസ്താദ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാസിം ഉസ്താദ് ഒരു പണ്ഡിതൻ തന്നെയാണ്. പ്രവാചകനെ വല്ലാതെ പുകഴ്ത്തി അള്ളാഹുവിനേക്കാളും ഉയരത്തിലാക്കി വെക്കുന്നുണ്ട്. മനസ്സിലെ ബദ്രീങ്ങളല്ല പ്രധാനം, അള്ളാഹു പ്രവാചകനാണ്. പ്രവാചകനുള്ളത് കൊണ്ടാണ് നമുക്ക് ബദ്രീനെ കിട്ടിയത്. ഖുർആനല്ല മഹത്വം, നമ്മൾ പ്രവാചകനിലൂടെയാണ് ഖുർആൻ അറിയേണ്ടത്. പ്രവാചകൻ ഉള്ളത് കൊണ്ടാണ് ഖുർആൻ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രവാചകനെ വല്ലാതെ പൊക്കി വെക്കുന്നുണ്ട്. ശരിക്കും പ്രവാചകനെ പറ്റിയുള്ളൊരു സംക്ഷിപ്തമായ രൂപം നമുക്ക് ഖുർആനിലൂടെ ലഭ്യം. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രഥമമായ ഗ്രന്ഥം ഖുർആനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹദീസ്. ഖുർആനും ഹദീസും പ്രവാചകൻ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസും പിന്തുടരാനാണ് പറഞ്ഞത്. അന്ത്യകാലം വരുമ്പോൾ ജനങ്ങൾ ഭിന്നിച്ചു പോകുമ്പോൾ നിങ്ങൾ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുക. ആദ്യം മുൻഗണന കൊടുത്ത ഖുർആനാണ്. അപ്പോൾ ഖുർആനിൽ പ്രവാചകനെ കുറിച്ചുള്ള ചെറിയ രൂപം ഉണ്ട്. എന്താണ്? പിന്നെ അന്ധനായ വ്യക്തി വന്നപ്പോൾ പ്രവാചകന് മുഖം തിരിച്ചപ്പോൾ അള്ളാഹു തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഹാവാസികളുടെ കഥയിലും ഒരു കാര്യം നാളെ പറയാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതും വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു രൂപമാണ് പ്രവാചകനെ കിട്ടുന്നത്. കാരണം വെച്ചാൽ പ്രവാചകൻ തെറ്റുപറ്റും. അള്ളാഹുവിൻ്റെ താഴെയാണ് പ്രവാചകൻ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സുന്നികൾ പറയുന്നത് വേറെയാണ്. കാസിം ഉസ്താദൊക്കെ പറഞ്ഞ് അള്ളാഹു പ്രവാചകനുള്ളത് കൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചത്. ആദ്യം പ്രവാചകനെ സൃഷ്ടിച്ചു, എന്നിട്ടാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. ആദ്യം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒളിവിനെ സൃഷ്ടിച്ചു, എന്നിട്ടാണ് ആദം നബിയെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റായ വാദമാണ്. പിന്നെ പ്രവാചകൻ ഇല്ലെങ്കിൽ മറ്റൊരാളെ അള്ളാഹു നിയോഗിക്കും. അപ്പം അള്ളാഹുവിന് പ്രവാചകൻ കൂടിയേ തീരൂ എന്നുള്ളൊരു വരികയാണല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ കഴിവവിടെ കുറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന് 100 സിഫത്തുകളുണ്ടല്ലോ, 99 സിഫത്തുകൾ. അതിലേതെങ്കിലും ഒന്നിന് എന്തെങ്കിലും വലിയ മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ശിർക്കായി മാറും. അപ്പം പ്രവാചകന് വേണ്ടിയാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത്, പ്രവാചകന് വേണ്ടിയാണ് ഖുർആൻ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി അവിടെ ചോർന്നു പോവുകയാണ്. സുന്നികൾക്ക് അറിയാത്തത് കൊണ്ടാണ്. കാരണം കാലങ്ങളായി ശിർക്ക് ചെയ്യുന്നത് ശരിക്കും ഇബ്ലീസിൻ്റെ കക്ഷികളായി മാറിയിട്ടുണ്ട്. ഇബ്ലീസ് എപ്പോഴും പ്രബലമായ കക്ഷികളെയാണ് പിടിക്കുക. അപ്പം ഇപ്പം കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടു, കൂട്ടത്തിൽ തെറ്റിയവരെയാണ് ഇബ്ലീസ് പിടിക്കുക, ഒഴിവാക്കണം. നല്ല ആൾക്കാരൊക്കെ അള്ളാഹുവിൻ്റെ ഇതിലേക്ക് വരും, ഈ വിശ്വാസത്തിലേക്ക് വരും, ഈമാനിലേക്ക് വരും. ബാക്കിയുള്ളവരെന്തെങ്കിലും സംശയിച്ച് നിൽക്കുന്നവരെയാണ് ഇബ്ലീസ് പിടിക്കുക. സംശയിച്ച് നിൽക്കുന്നവരും കൂട്ടം തെറ്റിപ്പോയവരും നിഷേധികളെയൊക്കെ ഇബ്ലീസ് പിടിക്കും. നല്ലവരെ നോക്കിയിട്ടാണ് പിടിക്കുക. നല്ലവരെ നോക്കി പിടിച്ചു കഴിഞ്ഞാൽ
ഒരുപാട് പേരെ വഴിതെറ്റിക്കാൻ കഴിയും. നല്ല കഴിവുള്ളവരെ, ഇപ്പോൾ രവിചന്ദ്രനെ പോലെ, ജബ്ബാറിനെ പോലെ പ്രസംഗിക്കാൻ കഴിയുന്നവരെ, ജാമിദയെ പോലെ ജാമിദയിൽ കുറേ പഠിപ്പുണ്ടല്ലോ, പിന്നെ കുറച്ച് അറബിയൊക്കെ അറിയാം, മറ്റ് ഭാഷകളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് അറിവും വീടുള്ളവരെ പിടിക്കുക, കാരണം ഒരുപാട് പേപ്പിക്കാൻ കഴിയും. ബാക്കിയുള്ളവർ ചെറുത്താനും കൂടി വേണ്ടാത്ത ആൾക്കാരായിരിക്കും. ഒന്നും പഠിപ്പും വീടും ഇല്ലാതെ നിഷേധവും പറഞ്ഞ് നടക്കുന്നവരെ ചെറുത്താനും കൂടി ഒഴിവാക്കിക്കളയും. അപ്പം പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മൾ എല്ലാം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കണം, സ്വദേശം വെടിയണം. എല്ലാവരും അഴകുഴമ്പനും ഇസ്ലാം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടില്ല. നമ്മൾ വിശ്വാസപരമായി ജീവിക്കുമ്പോൾ നമ്മുടെ അയൽവാസികളും മറ്റുള്ളവരൊക്കെ നമ്മളെ വെറുക്കും, ദ്രോഹിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വീട് ഒഴിഞ്ഞു പോകേണ്ടി വരും. പിന്നെ പല പ്രശ്നങ്ങളും, പ്രവാചകനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അല്ലേ. നൂഹ് നബിയുടെ കഥ നമുക്കറിയാമല്ലോ. അദ്ദേഹം ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹം പൊതിരെ തല്ലി അദ്ദേഹം ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ വഴിയരികെ പോകുന്ന ആരെങ്കിലും അല്പം മുഖത്തിൽ ഇപ്പം വെള്ളം തെളിക്കും. വെള്ളം തെളിച്ച് ഉടനെ തന്നെ അയാൾ പറയും, നിങ്ങൾ അള്ളാഹിനെ വിശ്വസിക്കണം കേട്ടോ, അള്ളാഹിനെ ഭയപ്പെടണം കേട്ടോ. അവൻ പിന്നെയും തല്ലും, പിന്നെയും അദ്ദേഹം ബോധം ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും അദ്ദേഹം നാവ് തുറന്നാൽ നൂഹ് നബി പ്രബോധനം നടത്താറുണ്ട്. ഒരു സമയം അദ്ദേഹം ഒഴിവാക്കാറില്ല, ഒരവസരം അദ്ദേഹം ഒഴിവാക്കാറില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം 950 കൊല്ലത്തോളം പ്രസംഗിച്ചിട്ടും ഒരാൾ പോലും, കുറഞ്ഞ ആൾ, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. 20 or 25 ആൾക്കാർ മാത്രമേ അദ്ദേഹത്തിന് വിശ്വസിച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തു, കപ്പലുണ്ടാക്കാൻ പറഞ്ഞതും മറ്റുള്ളവരൊക്കെ മുക്കി നശിപ്പിച്ചതും. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രവാചകന്മാർക്കും ഈസാ നബിയെ എല്ലാവരും തള്ളി പറഞ്ഞല്ലോ അല്ലേ, സത്യം പറയാൻ തുടങ്ങിയപ്പോൾ. പിന്നെ അക്കാലത്തൊക്കെ ഒരുപാട് മക്കളുണ്ടായിരുന്നു, മാതാപിതാക്കൾ ഒരുപാട് മക്കളുണ്ടായിരുന്നു. അപ്പം മക്കളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എല്ലാ മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അപ്പം നല്ല ഭക്ഷണം അവർ വീട്ടിൽ വെച്ച് കഴിക്കും. മക്കൾ പള്ളിക്കൂടത്തിൽ പോയി കഴിഞ്ഞാൽ ഈസാ നബിയുടെ അടുത്ത് പോയി പിന്നെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, സുഭാഷിതങ്ങൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. പക്ഷെ കുട്ടികൾ വരുമ്പോഴത്തെ ഭക്ഷണമൊന്നും കിട്ടുകയുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈസാ നബി പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈസാ നബി മക്കളോട് പറയും. മക്കൾ വീട്ടിൽ നിന്ന് ചോദിക്കും, മാതാപിതാക്കൾ കളവ് പറയുമ്പം മക്കൾക്ക് മനസ്സിലായി കളവാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സത്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ മുട്ടി. അതുപോലെ മാതാപിതാക്കൾ ചെയ്യുന്ന തിന്മകളൊക്കെ ചൂണ്ടിക്കാട്ടാൻ തുടങ്ങി. അക്കാലത്ത് പല സ്ത്രീകളും വ്യഭിചാരം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. വ്യഭിചാരം അധികരിച്ചു കഴിഞ്ഞാൽ മഹാരോഗങ്ങൾ അധികരിക്കും, പാണ്ഡുരോഗം, കുഷ്ഠരോഗം അധികരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാരണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു മോശമായി തോന്നി. അപ്പം ഒറ്റ മാർഗ്ഗമുള്ളൂ പ്രവാചകനെ കൊല്ലുക എന്നുള്ളത്. അങ്ങനെയാണ് അവർ ഈസാ നബിയെ കൊല്ലുന്നത്. കൊല്ലാൻ വേണ്ടി അവർ റോമൻ പട്ടാളക്കാരെ സമീപിക്കുകയും അങ്ങനെ അവരുടെ രാജാവ് തന്നെ ഒഴിവാക്കി, ഈസാ നബിയെ കൊല്ലണ്ട, അതേ നല്ല വ്യക്തിയാണ്. പക്ഷേ ഇവരുടെ നിർബന്ധപ്രകാരം, ആ പ്രദേശത്തെ പുരോഹിതന്മാരുടെ നിർബന്ധപ്രകാരം കൊന്നേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ ആ റോമൻ രാജാവ് ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൊല്ലാൻ ഉത്തരവിട്ടത്, മനസ്സോടെ. അപ്പോൾ ഈ പുരോഹിതന്മാർ മേലാളന്മാർക്ക് ആണിത് പറ്റാത്തത്, സത്യം പറയുന്നത് പറ്റാത്തത്. അധികം സമൂഹത്തിൽ വരേണ്യ വർഗം, 6 പത്രാസും ഒക്കെ ഉള്ളവർക്ക് അവർ നല്ല കൊമ്പത്താണ്, മനസ്സിലായില്ലേ. അപ്പോൾ അവർക്ക് ഇത് പ്രയാസമുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു ഹോളാണെന്ന്, ഓഡിറ്റോറിയമാണെന്ന് കൂട്ടുക. ഒരു കൂട്ടർക്ക് കുറച്ച് AC റൂമിൽ കിട്ടിയിട്ട് നല്ല സുഖത്തിലിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഭയങ്കര ചൂടും പുകയും ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയം നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വിമർശിക്കുക, നല്ല AC നല്ല സൗകര്യങ്ങളൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു വിഭാഗം വേണ്ട, അത് നല്ലതാണ്, അത് ഒഴിവാക്കണ്ടെന്ന് പറയും, വാശി പിടിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് പിന്നെ എപ്പോഴും ഈ ആ പ്രദേശത്തെ വരേണ്യവർ, അവർ നല്ല എല്ലാ ഗുണങ്ങൾ, നല്ല ഇന്നോവ കാറിൽ, വെള്ള കുപ്പായം, വെള്ള തൊപ്പി, വലിയ തലയെക്കെട്ട് നീളം വാല്, ഇതൊക്കെ ആയിട്ട് അവർ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതൊക്കെ നഷ്ടപ്പെടുമെന്നും കരുതി കഴിഞ്ഞാൽ അവരുടനെ പുതിയൊരു മദീമ വന്ന് കേട്ട ഉടനെ അവർ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ തുടങ്ങും. കാരണം അവർക്ക്
അവർ നേടിയെടുത്തതെല്ലാം തകരും. അല്ല, ഞങ്ങൾ നേടിയെടുത്തത് തിന്മയിലൂടെ നേടിയെടുത്തതാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അതിനെ നഖശീകാന്തം എതിർക്കുകയും ചെയ്യും. പറഞ്ഞത് നമ്മൾ സത്യവിശ്വാസികൾക്ക് എപ്പോഴും പിന്നെ മെത്തയായിരിക്കില്ല ജീവിതം. എപ്പോഴും പ്രയാസങ്ങൾ നിറഞ്ഞതും സ്വദേശം വിടേണ്ടി വരും. സ്വത്തുക്കളും ശരീരങ്ങളും അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കേണ്ടി വരില്ലേ? ശരീരം വിനിയോഗിച്ചാൽ മരണം സംഭവിക്കാം. ബദറിൽ 313 പേര് ഷഹീദായല്ലോ. കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ 313 എന്നുള്ള അക്കം എന്നോട് തെറ്റിപ്പോയിരുന്നു. പിന്നെ അത് സാത്താനിക സംഖ്യയാണെന്ന് പറഞ്ഞു മാതല്ല. കാബയിൽ 313 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ബദരീങ്ങളെ പള്ളിയിൽ 313 ഏടുകളിൽ എന്നുള്ളത് ഈ സാത്താനിക സംഖ്യയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു മാതല്ല പുറത്തു തരണം. അപ്പോൾ ഈ 313 ഉള്ളത് ബദറിൽ പങ്കെടുത്ത ശ്രോതാക്കളുടെ സംഖ്യയാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ ബദരീങ്ങളുടെ 313 ഏടുകൾ എന്നത് ഉള്ളത്. പക്ഷെ പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല കേട്ടോ. ബദരീങ്ങൾ നമ്മൾ ബഹുമാനിക്കണം. 313 ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കണേ. മരണപ്പെട്ട 17 പേരോ 8 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരെ പൊക്കി വെക്കുകയും അവർക്ക് വേണ്ടി ബൈത്ത് ചെല്ലുകയും പള്ളിയിൽ ബൈത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ പുത്തനാചാരങ്ങളാണ്. എല്ലാ പുത്തനാചാരങ്ങളും നരകത്തിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അള്ളാഹു പഠിപ്പിച്ചാൽ മാത്രം ചെയ്യുക. അള്ളാഹുവിൻ്റെ ഹദീസുകൾ ശരിക്കും നമ്മൾ സഹീഹുൽ ബുഖാരിയിലൂടെ സഹീഹുൽ മുസ്ലിമിലൂടെ മനസ്സിലാക്കുക. അതിനേക്കാളും ഉപരി ഖുർആനിലൂടെ മനസ്സിലാക്കുക. അതിനുശേഷം സഹീഹുൽ ബുഖാരി സഹീഹുൽ മുസ്ലിമിലൂടെ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ജീവിക്കുക. എങ്ങനെയാണ് ജീവിച്ചത് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് അല്ലേ? പ്രവാചകന് പാവങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു, സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെ, കുട്ടികളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാതെ ദിക്ർ ചെല്ലുക, ബൈത്ത് ചെല്ലുക, പള്ളിയിൽ സലാത്ത് ചെല്ലുക, നിസ്കരിക്കുന്നവരും കൂടി ഇടങ്ങാറുണ്ടാക്കല്ലേ. ഇപ്പോൾ ഞാൻ ഇന്നലെ എപ്പം ഒരു സുന്നി പള്ളിയിൽ പോയപ്പോൾ അദ്ദാദ് ചൊല്ലി. അവിടെ സ്ഥിരമായിട്ട് ഇശാ കഴിഞ്ഞ അദ്ദാദ് ചൊല്ലി. അദ്ദാദിൽ ഫാത്തിഹ ഉണ്ടാവും, പിന്നെ കുലുവല്ലാഹു അത് കുലറബിൽ ഫല കുലറബിൻ അതൊക്കെ ഉണ്ടാവും, ആയത്തുൽ കുർസി ഇതൊക്കെ ചെല്ലും. ഇതൊക്കെ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് ആൾക്കാർ ഇഷായിൻ്റെയും തറാവിൻ്റെ ഇടയിൽ, ഇഷായിൻ്റെയും ഇഷാ ജമാഅത്തിൻ്റെ ഇടയിലാണ് ഇത് ചെല്ലുക. ഇഷാ ബാങ്ക് കൊടുത്തോടെ അദ്ദാദ് ചെല്ലും. ഇഷാ 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇഷാ ജമാഅത്ത് തുടങ്ങും. അതിനുള്ളിൽ അത് ചെല്ലുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷാ നിസ്കരിക്കാൻ വരുന്നവരെന്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അപ്പോൾ ഇവർ നമ്മൾ ഫാത്തിഹ ചെല്ലുന്നു, അവർ ഫാത്തിഹ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കൂട്ടി കുഴഞ്ഞു പോകും. അപ്പം ഒരിക്കലും നിസ്കാരമാണ് ഏറ്റവും പ്രധാനം അല്ലേ? നിസ്കാരം ദീനിൻ്റെ തൂണാണല്ലോ. ആ നിസ്കാരക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ നമ്മളിവിടെ അദ്ദാദോ റാത്തീബോ മൗലൂദോ ഒന്നും പള്ളിയിൽ വെച്ച് നടത്തരുത്. പ്രവാചകൻ ഒരിക്കലും അങ്ങനെ നടത്തിയിട്ടില്ല. പ്രവാചകൻ്റെ പള്ളി എല്ലാമായിരുന്നു. മനസ്സിലെ കോടതിയായിരുന്നു, പിന്നെ നിക്കാഹ് മണ്ഡപമായിരുന്നു, നമസ്കാര കേന്ദ്രമായിരുന്നു, വിശ്രമ കേന്ദ്രമായിരുന്നു, ഒക്കെ ആയിരുന്നു. ഇപ്പം സത്രമായിരുന്നു. നമുക്ക് യാത്ര പോയി, പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല. അപ്പം നമുക്ക് തങ്ങാൻ ഇടത്താവളം ആയിട്ട് പള്ളി ഉപയോഗിക്കാം. അപ്പം നമ്മുടെ പള്ളികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സംസ്കരിച്ച് കഴിഞ്ഞാൽ പൂട്ടും. 8:30 ആയി കഴിഞ്ഞാൽ പള്ളി പൂട്ടും. 8-9 മണി കഴിഞ്ഞാൽ പള്ളി പൂട്ടും. ആർക്കും ഇവിടെ കയറാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പം പ്രവാചകൻ പറഞ്ഞതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്. ഈ അവസ്ഥക്കൊക്കെ നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ മാറ്റത്തിൻ്റെയും തുടക്കം, മാറ്റത്തിനെയും നമുക്ക് ഊർജ്ജം നൽകുന്ന ഒരു മാസമാണ് ഈ റമളാൻ മാസം. ഈ റമളാൻ മാസത്തിൽ നമ്മിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ സംഘടനയിലും നമ്മുടെ മതത്തിലും വന്ന പുൽക്കുത്തുകൾ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കി അതെല്ലാം മാറ്റാൻ നമ്മൾ തയ്യാറാവുക. ഒരു മാറ്റത്തിൻ്റെ മാസമായി തീരട്ടെ റമളാൻ മാസം. അപ്പോൾ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.